നല്ല ഭാഷ ഉപയോഗിച്ചേ. ഓക്കെ, വരി നോക്ക. എന്താണ് നല്ല മക്കളല്ലേ, അപ്പൊ നല്ല ഭാഷ ഉപയോഗിക്ക്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് എഴുതിയത് ഓപ്പോസിറ്റ് വേർഡ് ആണ് അല്ലേ. അത്രയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അത് നിങ്ങൾ എല്ലാവരും നോട്ട് കംപ്ലീറ്റ് ആക്കിയിരിക്കണേ. ഗ്രേസ് പറഞ്ഞത് മനസ്സിലായിട്ടില്ലേ മോളെ? പേജ് നമ്പർ 32 വരെയുള്ള വർക്കുകളാണ് മിസ് അയച്ചത്. അതിലൊരു ആ ബോക്സില് ഫ്ലാഗ് വരക്കാനുണ്ട്. അവിടെ ആ ഫ്ലാഗിന് ഓറഞ്ച് കളർ കൊടുക്കണം. കേട്ടല്ലോ? എന്നാലും ടെക്സ്റ്റിലെ വർക്കുകൾ കൂടി കംപ്ലീറ്റ് ആകുമല്ലോ. ടെക്സ്റ്റും നോട്ടും കംപ്ലീറ്റ് ആക്കണേ. ഷിസ ഓക്കെ, എല്ലാവരും പഠിക്കും വേണം. നോട്ടും ടെക്സ്റ്റും കംപ്ലീറ്റ് ആക്കുക. അതിൽ ഒന്നിച്ച് പഠിക്കും കൂടി ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പേജ് എടുത്ത് 33. നെക്സ്റ്റ് ലെസൺ എന്താണ്? പാഠത്തിന്റെ പേരെന്താണ്? ബാദൽ. ബാദൽ എന്ന് പറഞ്ഞാൽ അറിയോ എന്താണെന്ന്? ക്ലൗഡ് എന്നറിയാം അല്ലെ? അതിന്റെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. എന്താ ക്ലൗഡ് പറഞ്ഞാല്? ബാദൽ, മേഘം. ആ, നിങ്ങളോട് മഴ പെയ്യുന്നില്ല, അന്നേരം പിന്നെ കാർമേഘല്ലേ. എന്താണ് മേഘം അല്ലെ? ക്ലൗഡ്. ബാദൽ എന്ന് പറഞ്ഞാല് ക്ലൗഡ്, മേഘം എന്ന് പറയും. മേഘം ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? മേഘത്തിന് എന്താ പ്രത്യേകത ഉണ്ടോ? എന്താണ് മേഘം നോക്കാറുണ്ടോ നിങ്ങള്? കാർമേഘങ്ങളൊക്കെ കാണാറുണ്ടോ? അതിന് സമയമൊന്നുമില്ല അല്ലെ? ഫോണിലൂടെ നോക്കാനേ സമയമില്ല അല്ലെ? ഫോണില് ഗെയിം കളിക്കാനും നമ്മ ഇതുവരെ പോണം. ഞാൻ എടുത്തിട്ട നമ്മ ഇതുവരെ കണ്ടിട്ടില്ല. നല്ല ഫോണ് കാണുമ്പോ അറിയൂ, അറിയൂ. നല്ല ഡീസന്റ് മക്കളോ. ഓക്കെ, മേഘം, കാർമേഘം. കാർമേഘം എപ്പോഴാ ഉണ്ടാവുന്ന അറിയോ? ഇപ്പൊ കാർമേഘം ഉണ്ടോ നിങ്ങളുടെ നാട്ടില്? കാർമേഘം ആണോ ആകാശത്ത്? എന്താണ് കാർമേഘം എന്ന് പറഞ്ഞാല്? മഴ വരുന്നതിന് തൊട്ട് മുന്നേ ഉള്ളതിനെയാണ് നമ്മൾ കാർമേഘം എന്ന് പറഞ്ഞത് കേട്ടോ. മഴ പെയ്യുന്നതിന് തൊട്ട് മുന്നേ കാണുന്നത്. അല്ലാണ്ട് ആകാശം ഉണ്ടോ എന്നല്ല മിസ് ചോദിച്ചത്. കാർമേഘം ഉണ്ടോ എന്ന് വെച്ചാല് എന്താ അതിനർത്ഥം? ആ നാട്ടിൽ മഴ പെയ്യുന്നു എന്നാണ്. ഗുഡ് മോർണിംഗ്. എഡ്വിൻ എന്താ എഴുതുന്നവനെ? അപ്പൊ നമ്മള് മഴ പെയ്യുന്നതിന് തൊട്ട് മുന്നേ കാണുന്ന, ആകാശത്ത് കാണുന്ന അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാർമേഘം. കാർമേഘം, മഴ പെയ്യുന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ മേഘം എല്ലായിടത്തും ആകാശം ഉണ്ട് അല്ലെ? കാർമേഘം എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല ഒരുപോലെ. കാറ് കണക്കത്തെ മേഘം ഒന്നും നീ പറയണ്ട. ഞാനിപ്പോ ചോദിക്കും, കാറ് കണക്കത്തെ മേഘാണോ ജീപ്പ് കണക്കത്തെ മേഘാണോ നല്ല ഇപ്പൊ ചോദിക്കും. അവിടെ നിൽക്കേ, നോക്ക് ആ ലെസൺ നോക്കി എല്ലാവരും. ബാദൽ, ക്ലൗഡ്. എല്ലാവരുടെ മുന്നിലുണ്ടോ ലെസൺ? ബാദൽ ലെസൺ തന്നെയാണോ? അല്ല സയൻസ് സോഷ്യൽ എങ്ങനെയാണോ ടെക്സ്റ്റ് മുന്നിൽ വെച്ചിരിക്കുന്നത്? ഹിന്ദിയുടെ ലെസൺ തന്നെയാണോ? അല്ല അല്ല അല്ല. പേജ് നമ്പർ എത്രയാന്ന് പറഞ്ഞേ? ക്ലൗഡ് അല്ലെങ്കിൽ ബാദൽ ലെസൺ എത്രാമത്തെ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നല്ല മക്കളാണ് അല്ലേ? ടെക്സ്റ്റ് നോക്കിയിരിക്കണേ. कुछ सफेद कुछ लगे सलेटी, कुछ काले कुछ भूरे बादल, उमड़ घुमड़ कर गर्ज गर्ज कर आसमान में छाए बादल, मन किसान का नाच उड़े जब, झूम झूम जल लाए बादल, हरे भरे हो खेत बागवन जब जब जल बरसाए बादल, नदी नहर तालाब पोखरे सब जल से भर जाए बादल, ठंडी ठंडी चले हवाएं गर्मी दूर भगाए बादल, सूरज से तो कभी चांद से आंख मिचौली घेले बादल, कभी पर्वतों के शिखरों को बाहों में भी ले ले बादल. എന്തെങ്കിലും മനസ്സിലായിനാ? അതിലൊക്കെ ബാദൽ ഉണ്ടെന്ന് മനസ്സിലായി അല്ലെ? ബാദൽ നല്ല വാക്കുണ്ട് അല്ലെ? മേഘമുണ്ട്. അപ്പൊ മേഘത്തിനെ പറ്റിയാണ് പറയുന്നത്. കുച്ച് സഫേദ് കുച്ച് ലഗീം സലേട്ടി, കുച്ച് കാലേ കുച്ച് ഭൂരേ ബാദൽ. എന്താണ് ബാദലിന്റെ പ്രത്യേകത?
കുച്ച് സഫേദ് എന്ത് കളർ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്? സഫേദ് ഏത് കളറാ? വൈറ്റ്. വൈറ്റ്. കുച്ച് ലഗേ സലേട്ടി. സലേട്ടി മീൻസ് ഗ്രേ കളർ. കുച്ച് കാലേ കുച്ച് ഭൂരേ ബാദൽ. കറുപ്പ് കളർ ഉണ്ടാവാം, ഭൂരേ ബ്രൗൺ. ബ്രൗൺ. ഇതൊക്കെ മിക്സ് ആയിട്ട് കാണുന്നതാണ് എന്ത്? കാർമേഘം. കാർമേഘത്തിന് എന്തൊക്കെ ഒരു പ്രത്യേകിച്ച് ഒരു കളർ ഇല്ല. എന്തൊക്കെയുണ്ട്? കുച്ച് സഫേദ്, കുറച്ച് വൈറ്റ് കളർ ഉണ്ടാവാം, പിന്നെ എന്താണ്? സലേട്ടി. സലേട്ടി പറഞ്ഞാൽ ഗ്രേ കളർ. പിന്നെ കുച്ച് കാലേ കുച്ച് ഭൂരേ ബാദൽ. പിന്നെ കറുപ്പ്, ബ്ലാക്ക് ആൻഡ് ബ്രൗൺ കളർ. ഇതൊക്കെ മിക്സഡ് ആണ് ഇത് ക്ലൗഡ്. ഉമട് ഘുമട് കർ ഗർജ് ഗർജ് കർ ആസ്മാൻ മേ ഛായേ ബാദൽ. എങ്ങനെയാ കാണുന്നത്? ഇടയ്ക്ക് ആ കാർമേഘത്തിനുള്ളിൽ നമുക്ക് എന്ത് കേൾക്കുന്നുണ്ട്? ഗർജിക്കുന്നത് കേൾക്കുന്നുണ്ട്. എന്തായിരിക്കും കാർമേഘത്തിനുള്ളിൽ ഗർജിക്കുന്നത്? സിംഹം ഉണ്ടോ അവിടെ? ഇടി. ഇടിയും മിന്നലും. ഇടിയും മിന്നലും ഇഷ്ടമാണോ നിങ്ങൾക്ക്? നോ. മഴ ഇഷ്ടാണോ? മഴ ഇഷ്ടാണോ? മഴ ഇടിന്റെ ഒച്ചയൊക്കെ നല്ല രസമാണ്. മഴ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലെ? മഴയത്ത് കളിക്കാനും അല്ലെ? മഴ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. പക്ഷെ എന്ത് ഇഷ്ടമല്ല? ഇടിയും മിന്നലും ഗർജന, കാർമേഘത്തിന്റെ ആ ഗർജനം മാത്രം ആർക്കും ഇഷ്ടമില്ല. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? ഉമട് ഘുമട് കർ ഗർജ് ഗർജ് കർ ആസ്മാൻ മേ ഛായേ ബാദൽ. ആകാശത്തൂടെ ഇടയ്ക്ക് എന്ത് കേൾക്കാം? കാർമേഘത്തിനുള്ളിൽ നിന്ന് ഗർജനം കേൾക്കാം, ഇടിയും മിന്നലും കാണാം അല്ലെ? നെക്സ്റ്റ്, മൻ കിസാൻ കാ നാച്ച് ഉടേ ജബ്. ഈ കാർമേഘം കാണുമ്പോഴേ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആരായിരിക്കാം? കിസാൻ. കിസാൻ ആരാണ്? ഫാർമർ, കൃഷിക്കാരൻ. ആ, കൃഷിക്കാരനാണ്. എന്തുകൊണ്ടായിരിക്കും കൃഷിക്കാരന് മഴ പെയ്യുന്നതാണെന്ന് സന്തോഷം? വെള്ളാവും. അന്നേരം വെള്ളം കിട്ടും. ആ, അതാണ് അവരുടെ കൃഷിക്ക് ആവശ്യമായ, കൃഷിക്ക് അനുയോജ്യമായ വെള്ളം ലഭിക്കണമെങ്കിൽ എന്ത് വേണം? മഴ ലഭിക്കണം അല്ലെ? ആവശ്യത്തിന് മഴ ഉണ്ടായെങ്കിൽ മാത്രമേ എന്താവുള്ളൂ? അവർക്ക് കൃഷി നല്ല വിളവുകൾ ലഭിക്കുകയുള്ളൂ. അപ്പൊ അവർക്കാണ് കൂടുതൽ എന്താണ്? മഴ കാണുമ്പോ സന്തോഷം തോന്നുന്നത്. പിന്നെ കാർമേഘം കാണുമ്പോ സന്തോഷിക്കുന്ന വേറൊരു പക്ഷിയുണ്ട്. ആരാന്നറിയോ? പീക്കോക്കായിരിക്കും. ആ, പീക്കോക്കാണ്. മയില്. മയില് കാർമേഘം കാണുമ്പോഴാണ് എന്ത്? പീലി നിവർത്തി ഡാൻസ് ചെയ്യുന്നത് കേട്ടോ. അറിയോ? പിന്നെ അതുപോലെ തന്നെ വേറൊരു പക്ഷിയുണ്ട്. മഴ പെയ്യാൻ വേണ്ടി സ്ഥിരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷിയുണ്ട്. ആരാന്നറിയോ? വേഴാമ്പലാണ്. വേഴാമ്പലാണ്. എന്താ ഈ വേഴാമ്പല് മഴയ്ക്ക് വേണ്ടി എപ്പോഴും കരയുന്നറിയോ? വെള്ളം കിട്ടാൻ. ആ, വേഴാമ്പൽ എന്ന് പറഞ്ഞ പക്ഷി വേറെ എവിടുന്ന് വെള്ളം കൊടുത്താലും അതില് വേറെ എവിടെ വെള്ളം ഉണ്ടെങ്കിലും അത് ഇഷ്ടമല്ല. പിന്നെന്താണ് ഇഷ്ടം? ഈ മഴ പെയ്യുന്ന വെള്ളം നേരിട്ട് കുടിക്കാനാണ്, അത് കൊക്ക് ഉപയോഗിച്ച് കുടിക്കാനാണ് ഇഷ്ടം. അങ്ങനെ വെള്ളം കുടിക്കുകയുള്ളൂ. ആർക്ക്? വേഴാമ്പല്. അതുകൊണ്ടാണ് വേഴാമ്പലിന് എന്തിഷ്ടം? മഴ പെയ്യാൻ വേണ്ടി എപ്പോഴും കരഞ്ഞു പറയുന്നത് അതുകൊണ്ടാണ്. മഴ ഇഷ്ടപ്പെടുന്നതും അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇവിടെ കവിതയിൽ ആരാണ് ഇഷ്ടപ്പെടുന്നത് പറഞ്ഞു? ആരാണ്? കൃഷിക്കാരൻ അല്ലെ? ജൂമ് ജൂമ് ജലായേം ബാദൽ. എല്ലായിടത്തും വെള്ളം കിട്ടും മഴ പെയ്തു കഴിഞ്ഞാല്. പിന്നെയോ ഹരേ ഭരേ ഹോ ഖേത്ത്. വയലിലെ കൃഷിക്കാരന്റെ ആ വയലുകളിലൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലമില്ലേ? വയല്. വയല് കണ്ടിട്ടുണ്ടോ ഗ്രേസ്? എന്താ നമ്മളൊന്നും കിട്ടട്ടെ? വയല് കണ്ടിട്ടുണ്ടോ ഗ്രേസ്? ഇല്ല. വയല് പറഞ്ഞാല് നെല്ല് കൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലം കണ്ടിട്ടുണ്ടോ? ആ, ഒന്ന് നിങ്ങളുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിക്കാനിട്ടാണ്. വയല് വീട്ടിലൊന്ന് ചോദിച്ചു നോക്ക്, വയൽ എവിടെയുള്ള ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി പറയണേ. അപ്പൊ വയലുകളിലെ മഴ പെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന പറഞ്ഞത്? ഹരേ ഭരേ ഹോഗേത്. നല്ല യെസ്, കണ്ടവര് ഓക്കെ. കാണാത്തവരോടാണ് മിസ് പറഞ്ഞത്. അപ്പൊ എന്താണ്? നല്ല പച്ച നിറങ്ങളാവും. അതായത് എന്തെങ്കിലും വിത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മുളച്ച് നല്ല ചെടിയായിട്ട് നല്ല ഭംഗിയായി കാണും. ഭാഗവൻ ജബ് ജബ് ജൽ ബർസായേം ബാർ. എന്താണ്? അവിടെയൊക്കെ
അതായത് കാടുകള് ചെടികളൊക്കെ മഴ പെയ്തു കഴിഞ്ഞാല് തളിർത്ത് വരും അല്ലെ. ചെടിയൊക്കെ ഉണങ്ങി ചെടിയൊക്കെ ചിലപ്പോ വാടി പോയ ചെടികളൊക്കെ എന്ത് ചെയ്യും, തളിർത്ത് വരും മഴത്തുള്ളികൾ വീണ് കഴിഞ്ഞാല്. നദീ നഹർ, പിന്നെ എന്ത് പ്രത്യേകതയാണ് ഭൂമിയിൽ കാണുവാൻ സാധിക്കുന്നത്? നദീ നഹർ താലാബ് പോകരെ സബ് ജൽസേ ഭർ ജായേ ബാദൽ. നദികളിലും കുളങ്ങളിലും തോടുകളിലും ഒക്കെ വെള്ളം നിറയും അല്ലെ മഴ പെയ്തു കഴിഞ്ഞാല്. ഇപ്പൊ എവിടെയും വെള്ളമില്ല, പക്ഷെ കുറച്ചു നാൾ മുന്നേ നമുക്ക് എന്തുണ്ടായിരുന്നു, പുഴകളിലും തോടുകളിലും ഒക്കെ വെള്ളം നിറയെ ഉണ്ടായിരുന്നു അല്ലെ. പിന്നെ മഴ പെയ്തു തുടങ്ങി കഴിഞ്ഞാൽ കാർമേഘാണെങ്കിൽ ആ സമയത്ത് എന്താ ഉണ്ടാവുക? തണുത്ത കാറ്റായിരിക്കും ഇടയ്ക്കിടയ്ക്ക് വീശിക്കൊണ്ടിരിക്കുന്നത്. അതായത് ചൂട് കാറ്റിനെ മാറ്റി നിർത്തിയിട്ട് ഗർമി ദൂർബഗായെ, അതായത് ചൂടുള്ള കാറ്റിനെ ഓടിക്കും. എന്നിട്ട് അതിന് പകരം എന്ത് കാറ്റാണ് വീശുക? തണുത്ത കാറ്റ് അല്ലേ. നല്ല സുഖം ഉണ്ടാവും. ഇതിന് കുറച്ചു നാൾ മുമ്പേ നമുക്ക് നല്ല സുഖം ഉണ്ടായിരുന്നു അല്ലെ, മഴക്ക് നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ രാത്രി സമയങ്ങളിൽ കുറച്ചൊരു മഞ്ഞിന്റെ തണുപ്പ് അല്ലെ. മറ്റേ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഉഷ്ണിച്ചിട്ട് ചൂട് കൊണ്ട് ഇരിക്കാൻ വയ്യാത്ത അവസ്ഥയായി അല്ലെ. ചൂടാണിപ്പോ. ആ, ചില സ്ഥലങ്ങളിൽ ഇടയ്ക്ക് മഴയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സൂരജ് സേ തോ കഭി ചാന്ദ് സേ ആങ്ക് മിചൗലി ഘേലേ ബാദൽ. പിന്നെന്താണ് സംഭവിക്കുന്നത്? സൂരജ് സേ തോ കഭി ചാന്ദ് സേ, സൂര്യനോ അല്ലെങ്കിൽ ചന്ദ്രനോ അവരെന്ത് ചെയ്യും? ഈ കാർമേഘം വന്നിട്ട് മൂടി വെക്കും അല്ലെ. പിന്നെ നമുക്ക് അവരെ കാണാൻ വേണ്ടി സാധിക്കില്ല. എന്തെന്നാ കളിക്കുന്നത്? ആങ്ക് മിചൗലി ഘേലേ ബാദൽ. അവര് കണ്ണു പൊത്തി സാറ്റ് കളിക്കുന്നത് പോലെ തോന്നും നമുക്ക്. കാർമേഘം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ പകലാണ് കാർമേഘമെങ്കിൽ നമുക്ക് സൂര്യനെ കാണാൻ കഴിയില്ല, സൂര്യനെ മറഞ്ഞിട്ടാണ് ഉണ്ടാവുക കാർമേഘം അല്ലെ. കാർമേഘത്തിന്റെ ഉള്ളില് ഒളിച്ചിരിക്കുന്നത് പോലെ തോന്നും സൂര്യൻ. രാത്രിയിലാണെങ്കിൽ ചന്ദ്രനെ മറഞ്ഞിട്ട് അത് ചന്ദ്രനെ ഒളിപ്പിച്ച് നിർത്തിയത് പോലെ തോന്നും. അപ്പൊ അവര് തമ്മില് ഒരു കണ്ണുപൊത്തിക്കളി, സാറ്റ് കളിക്കുന്നത് പോലെയായിട്ട്. കണ്ണുപൊത്തിക്കളി എന്ന് അറിയില്ലേ? ആങ്ക് മിചൗലി എന്ന് പറയുന്നത്. കണ്ണുപൊത്തിക്കളിനെ നമ്മൾ ആങ്ക് മിചൗലി പറഞ്ഞത്, കണ്ണുപൊത്തി കളിക്കുന്നതിന്. അപ്പൊ കണ്ണുപൊത്തി കളിക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത് ആകാശത്ത് നോക്കിയാല്. പിന്നെയോ കഭി പർവ്വതോ കെ ശിഖരോ കോ ബാഹോ മേ ബി ലേ ലേ ബാദൽ. അതായത് പർവ്വതങ്ങളിൽ കൊടുമുടികളിലൊക്കെ എന്തുണ്ടാവാം? ചെടികളിലൊക്കെ മഴത്തുള്ളികളും വീണ് കിടക്കുന്നത് കാണാം അല്ലെ. മഴ പെയ്തു കഴിഞ്ഞാല് അല്ലേ. അപ്പൊ മഴയാണ് നല്ലതെന്ന് തോന്നുന്നല്ലേ. ഇപ്പൊ നിങ്ങൾക്ക് മഴയാണോ ഇഷ്ടം, വേനലാണോ ഇഷ്ടം? എനിക്ക് വേനൽക്കാലം തന്നെ മിസ്സേ. എന്താണ് കളിക്കാൻ പോകാൻ? മഴയത്ത് കളിക്കാനില്ല. അതന്നെ മിസ്സേ. നിങ്ങൾ അടി കൂടണ്ട കേട്ടോ. ഓക്കെ, നിങ്ങൾ ഓരോരുത്തരും ഇഷ്ടല്ലേ മഴക്കാലോ വേനൽക്കാലോ. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? മഴക്കാലത്ത് ഉണ്ടാകുന്ന അനുഭവം. അത് കാർമേഘം എങ്ങനെയാണ് ആദ്യം കാണപ്പെടുന്നത്, എന്തൊക്കെ കളറുകളാന്ന് പറഞ്ഞു. കുച്ച് സഫേദ് കുച്ച് ലഗേ സലേട്ടി കുച്ച് കാലേ കുച്ച് ഭൂരേ ബാദൽ. വൈറ്റ് കളറ്, അതുപോലെ ഗ്രേ കളറ്, ബ്ലാക്ക്, അതുപോലെ ബ്രൗൺ, ഇത്രയും നിറങ്ങൾ മിക്സ് ആയിട്ടാണ് കാർമേഘം. പിന്നെയോ അതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാർമേഘത്തിനുള്ളിൽ നിന്ന് ഗർജനം കേൾക്കാം, ഇടിയും മിന്നലും കാണാം. പിന്നെയോ ഈ കാർമേഘം കാണുമ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിന് സന്തോഷം തോന്നുന്നത് കൃഷിക്കാർക്കാണ്. അവരുടെ മനസ്സിൽ നൃത്തം ചെയ്യുന്നു എന്ന് പറഞ്ഞാല്, ഡാൻസ് കളിക്കുന്നു പറഞ്ഞാൽ അവര് പാട്ട് വെച്ച് ഡാൻസ് ചെയ്യുന്നില്ല, അവരുടെ മനസ്സിൽ ഹാപ്പി ഉണ്ട്, സന്തോഷമുണ്ട്. അവർക്ക് ഇഷ്ടംപോലെ വെള്ളം ലഭിക്കും. പിന്നെയോ അവർ ചെയ്യുന്ന കൃഷിക്ക് വയലുകളിലൊക്കെ വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ എന്താവാം? അവരുടെ വയലിലെ കൃഷി നല്ല പച്ച നിറത്തിൽ കാണാം. അതായത് കൃഷിക്ക് നല്ല മാറ്റം ഉണ്ടാവും. പിന്നെയോ നമ്മുടെ ചെടികളും ഒക്കെ മരങ്ങളൊക്കെ എന്തുണ്ടാവും? നല്ല പച്ച നിറത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. പിന്നെന്താ പറഞ്ഞത് മൂന്നാമത്തെ പാരഗ്രാഫില്? നദി, തോട്, പുഴ, കടൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ, കുളങ്ങളിലും കിണറുകളിലൊക്കെ എന്തുണ്ടാവും? വെള്ളം നിറയെ കാണാൻ സാധിക്കും. പിന്നെ ചൂട് കാറ്റിനെ ഓടിച്ചിട്ട് പകരം തണുത്ത കാറ്റാണ് ആ സമയത്ത് വീശിക്കൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് എന്താ പറഞ്ഞത്? കാർമേഘം കാണുമ്പോൾ ആകാശത്ത് എന്താണ്? ചിലപ്പോ പകല് സൂര്യനും കാർമേഘം തമ്മിൽ കണ്ണുപൊത്തി കളിക്കുന്നതും, രാത്രിയിൽ ചന്ദ്രനും കാർമേഘം തമ്മിൽ കണ്ണുപൊത്തി കളിക്കുന്നത് പോലെയും തോന്നാം. പിന്നെ അതായത് കുന്നിൻ ചെരുവുകളൊക്കെ എന്താണ്?
വന്നു കഴിഞ്ഞാല് ചെടികളിലൊക്കെ എന്ത് കാണുവാൻ സാധിക്കുന്നു? ജലകണികകൾ അല്ലെ, വെള്ളത്തുള്ളികള് കാണുവാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് ബാദൽ, ക്ലൗഡിനെ കുറിച്ച് പറഞ്ഞത്. ക്ലിയർ ആയോ മക്കളെ? ലെസൺ ക്ലിയർ ആയോ? ഓക്കെ. ആരെ ഫസ്റ്റ് ഒന്ന് വായിക്കുന്നേ? ഒന്ന് സായി കൃഷ്ണൻ തുടങ്ങിക്കോളൂ. സായി ഒന്ന് വായിച്ച മോനെ ഫസ്റ്റ് 4 ലൈൻ. कुछ सफेद कुछ काले कुछ भूरे बादल अमड़ उमड़ कर गर्ज कर आसमान में मन का नाच. Okay, good. Next Lakshmi Priya വായിക്കട്ടെ. Next 4 lines. मन किसान का नाच उठे जब झूम झूम जल लए बादल हरे भरे हो गए बाग बन जब जब जल बरसाए बादल. Okay. Next അതിൽ വായിച്ച മോനെ. Next അതിൽ 4 lines. Next നദീ നഹർ തുടങ്ങുന്നത്. അങ്ങനെ ഹിന്ദി വായിക്കാനായിട്ടില്ല. അറിയുന്നത് പോലെ വായിക്കും. മിസ് സഹായിക്കും. മിസ് ഹെൽപ്പ് ചെയ്യും, പേടിക്കണ്ട. 5ാം ക്ലാസ്സിലല്ലേ ആയുള്ളൂ. അങ്ങനെ വായിച്ചാ മതി. കുറച്ച് വായിക്കുന്നത് പോലെ വായിക്കും. മിസ് സഹായിക്കും. വായിച്ചോ. നദി നദി നഹർ താലാബ് താലാബ് പോഖരെ സബ് जल से भर जाए बादल ठंडी ठंडी चले हवाएं दरमे दूर बगाए बादल. ഓക്കെ. അതിലെ വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ വെറുതെ ആണ് കേട്ടോ. എനിക്ക് വായിക്കാനാവുന്നുണ്ട്, എനിക്ക് അക്ഷരങ്ങൾ അറിയാം, പക്ഷെ സ്പീഡ് ഇല്ല എന്നല്ലേ ഉള്ളൂ. ഇത്രയും വേണ്ടു, സ്പീഡ് വേണമെന്നില്ല. വായിക്കാൻ കിട്ടുന്നുണ്ടല്ലോ, അത് മതി. അത് സ്പീഡ് വേണമെങ്കിൽ എന്ത് ചെയ്യണം മോൻ? നന്നായിട്ട് ബാക്കിയുള്ള ദിവസങ്ങളും എന്ത് ചെയ്യണം? ഓരോ ലെസണും വായിച്ചു നോക്കണം. കുറച്ച് പാരഗ്രാഫ് ആയിട്ടെങ്കിലും വായിക്കണം കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ആദിത്യൻ. 4ാമത്തെ 4 വരെ ഒന്ന് വായിച്ചേ. 4 lines ലാസ്റ്റ്. ആദിത്യം വായിക്കുന്നുണ്ടോ? എന്താണ് ആദിത്യ? എന്താണ്? കേൾക്കുന്നില്ലല്ലോ പറഞ്ഞത്. എന്താണ്? ഓക്കെ ആണോ? ഹലോ. ഇപ്പൊ മനസ്സിലാവുന്നില്ലേ? വായിക്കില്ലേ? ഓക്കെ. सूरज से तो कभी
चांद से अंग आंग आंग मिचौली आंग मिचौली केल बादल कभी कभी पर्वतों के शिखरों को बाहों में भी लेते ले बादल ഓക്കെ വായിക്കാനെല്ലാം ആവുന്നുണ്ട് കുറച്ചും കൂടി വീട്ടിൽ കൂടുതൽ വായിക്കണേ ബാക്കിയുള്ള ദിവസങ്ങൾ വായിക്കണം കേട്ടോ ആദ്യത്തെ ഓക്കെ ജോസി വായിച്ച മോളെ ഞാൻ വായിക്കാം ആരാണ് എത്ര സമയം അറിയാം ഇവിടുന്ന് തുള്ളി കളിക്കുന്നത് ആര് തുള്ളിക്കളിക്കാൻ മിസ് തുള്ളിക്കളിക്കാനൊന്നും പറഞ്ഞില്ലല്ലോ എങ്കിലൊന്ന് വായിച്ചെന്നാ വേഗം ഫസ്റ്റ് 4 ലൈൻസ് വേഗം വായിച്ച് എല്ലാരും വായിപ്പിക്കാലോ कुछ सफेद कुछ लेके सलेटी कुछ काले कुछ बुरे बादल उमटा दुम टक्कर गर्ज कर उमड़ घुमड़ कर गर्ज कर आसमान में जागो बादल ഓക്കെ ഗുഡ് അപ്പൊ നിങ്ങൾ ഓരോരുത്തരും വായിക്കുമ്പോ മറ്റുള്ളവർ അവിടുന്ന് ഡാൻസ് ചെയ്യില്ല വേണ്ടേ പിന്നെ എന്ത് ചെയ്യണം എല്ലാവരും ടെക്സ്റ്റ് നോക്കണം കേട്ടോ എല്ലാവരും കൂടുതൽ വായിക്കുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൂടുതൽ മനസ്സിലാക്കി എടുക്കാനും കിട്ടാത്ത വാക്കുകൾ മനസ്സിൽ പഠിച്ചു വെക്കാനും പറ്റും എല്ലാവരും ടെക്സ്റ്റ് ചെയ്തേ ഹന്ന ബാക്കി വായിച്ചു മോളെ हन्ना रोज मन किसान का नाच उड़े जब झूम झूम जल लाए बादल हरे भरे हो गेट बाग वन जब जब जल बरसाए बादल ओके गुड शाबाश है बाकी वाइस मने शाबाश नेक्स्ट 4 लाइंस वाइस है जवाहरलाल नेहरू नदी नहर तालाब पोखरे नदी नहर तालाब पोखरे जब चाला सब जल से जाए बादल ठंडी ठंडी പോയോ ഓക്കെ ഇനി ആരാ വായിക്കുന്ന ആ 4 ലൈൻസ് ആരാ വായിക്കുന്നത് മുഹമ്മദ് വായിച്ച മോനെ नदी नहर तालाब पोखरे सब चले घर जाए बादल ठंडी जल
ठंडी ठंडी चले हवाएं ठंडी चले हवाएं गर्मी गर्मेदार दूर ब- भगाए दूर बादल. भगाए बादल. ഓക്കെ. ഈ വായിക്കാൻ ബുദ്ധിമുട്ടുള്ള മക്കൾ എന്ത് ചെയ്യണം? ഓരോരുത്തരും വായിക്കുമ്പോ ടെക്സ്റ്റ് ശ്രദ്ധിച്ചിരിക്കേ. റിവൈസ് വായിച്ചേ ലാസ്റ്റ് 4 ലൈൻസ്. റിവൈസ്. सूरज से तो जात कभी चांद से कभी जात से आज आज आंग मिचौली. ഗ്രേസ് കട്ടായി പോയി എന്റെ ക്ലാസ്സിൽ നിന്ന് പോയി തോന്നുന്നു. गेल बादल गेले बादल कभी कभी पर्वतों के शिखरों को बाहों में भी ले बादल. എല്ലാ മക്കളും എന്ത് ചെയ്യണം? ഇന്ന് ക്ലാസ് കഴിഞ്ഞ ഉടനെ ഒരു 5 പ്രാവശ്യം അവിടെ ഇരുന്ന് വായിച്ച് എന്നിട്ട് എഴുന്നേൽക്കണ്ട കേട്ടോ. 5 പ്രാവശ്യം വായിച്ചെന്ന് ഉറപ്പ് വരുന്ന ശേഷം മാത്രം അവിടെ നിന്ന് എഴുന്നേറ്റാ മതി. കേട്ടല്ലോ മിസ്സേ? ഈ പാഠത്തിന്റെ വോയിസ് ക്ലിപ്പ് ഇടണോ? വായിച്ചിട്ടോ? ഇനി വേണ്ട, ഞാൻ 2-3 പേരല്ലേ വായിക്കാനുള്ളൂ. വേണ്ട വേണ്ട, ഇനി കുറച്ചു പേരെ വായിക്കാനുള്ളൂ. അവരെ ഞാൻ പിന്നീട് വായിപ്പിക്കും. ഇനി ജോസി, കുറച്ചു പേര്, ഗ്രേസ് പിന്നെ ക്ലാസ്സിൽ കട്ടായി പോയി. അപ്പൊ അങ്ങനെയുള്ളവരേ ഉള്ളൂ. മുഹമ്മദ് റിഹാൻ ഉണ്ട്. മുഹമ്മദ് റിഹാൻ ഇപ്പൊ വായിക്കുന്നുണ്ടോ? വായിച്ചോ. ആദ്യത്തെ 4 ലൈൻസ് അല്ലേ? ആദ്യത്തെ ഫസ്റ്റ് 4 ലൈൻ. कुछ सफेद कुछ लगे सलेटी कुछ काले कुछ बुरे बादल उमड़ घुमड़ कर जगर जाग गर्ज कर आसमान में छाए बादल. ഓക്കെ വെരി ഗുഡ്. ഓക്കെ ഗുഡ്. ഈ ബാക്കിയുള്ളവരെന്താ വീഡിയോ ഓഫ് ചെയ്ത് ഇരിക്കുന്നത്? ഷിസ ഫാത്തിമ വായിച്ചുമ്പോളെ നെക്സ്റ്റ് 4 ലൈൻസ് സെക്കൻഡ്. മൻ കിസാൻ ഖാൻ തുടങ്ങുന്ന. ഇപ്പൊ ക്ലാസ് കട്ടാവേ. നിങ്ങൾ കട്ടായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ ഇരുന്നിട്ട് 5 പ്രാവശ്യം വായിച്ചിട്ട് എവിടെയും പോകണ്ടേ. അതുപോലെ ഇതിലെ വർക്കുകള് മിസ് അയച്ചു തന്നാല് എത്രയും പെട്ടെന്ന് മിസ്സിന് അയച്ചു തരണം. ഇതുവരെ നോട്ട് കംപ്ലീറ്റ് ആയെന്ന് ഉറപ്പ് വരുത്തും വേണം. ഷിസ വായിച്ചോളൂ. मन किसान का नाच उड़े जब मन किसान का चाँद उड़ेगे झूम झूम जल लाए बादल झूम झूम चुड़े बादल जल लाए बादल हरे भरे होंगे तो हरे हरे होंगे बागवन जब जब जल बरसाए बादल വായിക്കണേ കേട്ടോ. തനിച്ച് വായിക്കാനാണെങ്കിലും ആരെങ്കിലും ഹെൽപ്പ് വാങ്ങിയിട്ട് അറിയുന്നവരോട് ചോദിക്കുക, ഹെൽപ്പ് ചോദിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ എന്നെ വിളിച്ച് ചോദിച്ചാലും മതി കേട്ടോ. ഓക്കെ. അപ്പൊ എല്ലാവരും നന്നായിട്ട് വായിക്കണം. ആ കവിത വായിക്കണം. വായിച്ചിട്ട് ക്ലിയർ ആക്കുക, മനസ്സിലാക്കി വെക്കുക. എന്തൊക്കെയാണ് മിസ് ക്ലാസ്സിൽ പറഞ്ഞതെന്ന് നോക്കുക. ഇന്ന് ഒരു 5 തവണ വായിക്കുന്നു. അതിനുശേഷം ഓരോരുത്തർ ഓരോ ദിവസവും വായിക്കണം കേട്ടോ.
നിങ്ങൾക്ക് എന്നാലേ നിങ്ങൾക്ക് ഹിന്ദി നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് അതായത് ഇതിന്റെ വേർഡ് മീനിങ് ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ നിങ്ങൾ നോട്ടിൽ ഇപ്പൊ തന്നെ എഴുതിക്കോ. ശബ്ദാർത്ഥം അവിടെ ഇരുന്നിട്ട് എഴുതിക്കോളൂ. ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ മിസ് അയച്ചു തരും. നിങ്ങൾ അതിൽ വേർഡ് മീനിങ് ശബ്ദാർത്ഥം നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പഠിച്ചിട്ട് വരിക. വേർഡ് മീനിങ് മാത്രം കേട്ടോ. ഈ പാഠം ഈ ബാദൽ എന്നുള്ള ലെസൺ 8ാമത്തെ ലെസണിന്റെ വേർഡ് മീനിങ് ശബ്ദാർത്ഥം നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത സാറ്റർഡേ ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഡിറ്റക്ഷൻ ഉണ്ടാവും. പഠിച്ചിട്ട് വരണം കേട്ടോ. ശബ്ദാർത്ഥത്തെ പേജ് നമ്പർ 34 ശബ്ദാർത്ഥ വേർഡ് മീനിങ് എടുത്തേ മിസ് വായിച്ചു തരാം വേഗം. ഇപ്പൊ ക്ലാസ് കട്ടാവും. സഫേദ് വൈറ്റ്, സലേറ്റി ഗ്രേ, കാലെ ബ്ലാക്ക്, ഭൂരെ ബ്രൗൺ, ബാദൽ ക്ലൗഡ്, ഗർജ് ഗർജ് കർ തണ്ടറിംഗ്, ആസ്മാൻ സ്കൈ, നദി റിവർ, താലാബ് പോണ്ട്, ഠണ്ഡി ഹവായെ കോൾഡ് വൈൻസ്, ആങ്ക് മിച്ചൗരി ഹൈഡ് ആൻഡ് സീക്ക്, ഹരേ ബരെ ഫുൾ ഓഫ് ഗ്രീനറി. ഓൾഡ് വൈൻസ് അല്ലല്ലോ മിസ്സേ, വിൻസ് അല്ലേ? അല്ല അല്ല. ഏത് ബാഗ് 1 ഫീൽഡ്സ് ഗാർഡൻ ആൻഡ് ജംഗിൾസ്, കിസാൻ ഫാർമർ, നാച്ന ഡാൻസിംഗ്, ജൽ വാട്ടർ, ഗർമി ഹീറ്റ്, സൂരജ് സൺ, പർവ്വത് മൗണ്ടെയിൻസ്, ഷിഗർ പീക്സ്, നഹർ കാനൽ, പോഖർ വെൽ, ചാന്ദ് മൂൺ, ബാഹോമേ ഇനാംസ്. ഇത്രയും വേർഡ് മീനിങ്ങുകൾ ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കൃത്യമായിട്ട് എഴുതി പഠിക്കണം. എന്തിൽ ക്ലാസ്സിൽ ഇരിക്കുന്നത് കൊള്ളാം. ക്ലാസ്സിലാണ് ഇപ്പൊ നീ ഇരിക്കുന്നത്, നിന്നെയും ക്ലാസ്സിന് പുറത്ത് ഇരിക്കണേ. ക്ലാസ്സിൽ ഇരിക്കുന്ന കൊള്ളാം. കൃത്യമായി ക്ലാസ്സിൽ ശ്രദ്ധിച്ചുകൊണ്ട് അവിടുന്ന് ഇങ്ങനെ കോപ്രായം കളിച്ചുകൊണ്ടിരിക്കാനല്ല ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ മിമിക്രി നിങ്ങളെ മോഡ് ആക്ടിങ് കാണാനല്ല മിസ് ഇവിടെ വന്നിരിക്കുന്നത്. കേട്ടല്ലോ? ക്ലാസ്സിൽ ഇരിക്കുന്നതിനെ നീറ്റായിട്ട് ഇരിക്കുക. ടെക്സ്റ്റ് നോട്ട് കൃത്യമായിട്ട് മിസ് വായിക്കുമ്പോൾ കൃത്യമായി അതിൽ ശ്രദ്ധിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ച് എന്താ പറയണ്ടേ?